ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ ദസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് പോലെ ഈ നാളുകളിൽ നമുക്കും ഉറക്കെ വിളിച്ചു പറയാം, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. എപ്പോഴാണ് അങ്ങനെ തോന്നുന്നത്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. ഹല്ലേലൂയ. ഈ നാളുകളിൽ പല കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലതിനെക്കുറിച്ച് നാം വിചാരപ്പെട്ട് ഭാരപ്പെട്ട് മനം കലങ്ങാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഭാരപ്പെടരുത്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് നാം ആ കഷ്ടങ്ങളിലും നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിൽ നാം അനുഭവിക്കുന്ന ഏതു വിധമായ കഷ്ടമായാലും അത് സാരമില്ല എന്ന് നമുക്കും അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം എണ്ണുവാനിടയായി തീരും. അത് തന്നെയാണ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 18 നാം വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഐ കൺസിഡർ ദാറ്റ് our present sufferings are not worth comparing with the glory that will be revealed in us. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അതുകൊണ്ട് അതിൻ്റെ 24-ാം വചനം, പ്രത്യാശയാണല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഓരോരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിൽ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ എന്ന് പറയുമ്പോൾ ആമേൻ ഇതുവരെ ലഭിക്കാത്തതിനെ കുറിച്ചുള്ള ഒരു ഭയങ്കര ആശയാണ്. ഹല്ലേലൂയ. ആമേൻ. അതൊരു ഹോപ്പ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കാണുന്നതിനായിട്ട് വീണ്ടും വീണ്ടും പ്രത്യാശിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എന്നാൽ കാണാത്തതിനായാണോ നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുക. നിശ്ചയമായി അത് വരും. ഹല്ലേലൂയ. ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? 23-ാം വചനം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം കാത്തിരിക്കേണ്ടതും നാം ഞരങ്ങേണ്ടതും എന്തിനു വേണ്ടിയാണ്? ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. എപ്പോഴും ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും, ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും വീണ്ടും നാം കാത്തിരിക്കേണ്ടത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അതിനു വേണ്ടി നാം കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്ന് സ്തോത്രം. അപ്പോസ്തലൻ പറയുക. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകൾ നമ്മുടെ ഉള്ളിലുള്ള ഞരക്കങ്ങൾ ഏതിനെക്കുറിച്ചാണ്? നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങൾ എന്തിനെക്കുറിച്ചാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ആമേൻ ഹല്ലേലൂയ ആ തേജസ്സിനെ കുറിച്ചും വിചാരിച്ച് നാം ഉള്ളിൽ ഞരങ്ങിയ ഈ കാലത്തിൽ എല്ലാ കഷ്ടങ്ങളും സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാനും ആമേൻ ദൈവത്തിൽ സന്തോഷിക്കുവാനും ഇടയായി തീരും. അതുപോലെ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-18 മുതൽ വചനം വായിക്കുന്നു. 16, 17, 18. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ ആൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ഒന്നോട്ടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. അവിടെ നാം വായിച്ചു. ആമേൻ. സ്തോത്രം. ഈ കാലത്തിലെ കഷ്ടങ്ങൾ അതെങ്ങനെയുള്ളതാണെന്ന് അവിടെ വ്യക്തമായി പറയുന്നു. 2 Corinthians chapter 4 verse 17. For our light and momentary troubles. ലൈറ്റ് അത് ഭയങ്കര വെയിറ്റായിട്ടൊന്നും അല്ല വചനം നമ്മെ പഠിപ്പിക്കുന്ന. ലൈറ്റ് ഈ കാലത്തിലെ കഷ്ടങ്ങൾ, ആമേൻ, പ്രസൻറ്റ് സഫറിങ്, ആമേൻ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ, ലൈറ്റ് ആൻഡ് മൊമെൻ്ററി ട്രബിൾസ്. ആമേൻ. ആമേൻ. അത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ആമേൻ. അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഫോർ അവർ ലൈറ്റ് ആൻഡ് മൊമെൻ്ററി ട്രബിൾസ് ആർ അച്ചീവിങ് ഫോർ us an eternal glory that far outweighs them all. അപ്പോൾ അതൊരു അച്ചീവ്മെൻ്റാണ് നമുക്ക് തരുന്നത് ഈ പ്രസൻറ്റ് സഫറിങ്, ഈ മൊമെൻ്ററി ട്രബിൾസ്. അതുകൊണ്ട് നാം സന്തോഷിക്കുക. ഇവിടെ നാം വായിക്കുന്നു, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും നാം നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഈ നാളുകളിൽ കാണുന്ന
കാണുന്നതിനെ നോക്കാതെ, കാണുന്നതിനെക്കുറിച്ച് പ്രത്യാശിക്കാതെ, അധികമായി കാണാത്തതിനെക്കുറിച്ച് പ്രത്യാശിക്കുകയും കാണാത്തതിനെ നോക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. ഹല്ലേലൂയ. ഈ നാളുകൾ കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. കർത്താവ് സന്തോഷിക്കുന്നവരായി നമുക്ക് മാറാം. ആമേൻ. സ്തോത്രം, സ്തോത്രം. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ, ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ഹല്ലേലൂയ, നിശ്ചയമായ എല്ലാം കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. ഈ നാടുകൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിൽ ധൈര്യപ്പെടുക. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഭാരങ്ങൾ, നിരാശകളൊക്കെ മാറ്റിവെച്ച് കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയോടെ ആമേൻ ആ തേജസ്സിൻ്റെ ആ ഒരു മഹത്വം വർണ്ണിച്ചുകൊണ്ട് ഈ നാളുകളിൽ മുന്നോട്ട് നീങ്ങുവാൻ സർവ്വകൃപാലുവായ ദൈവം സഹായിക്കട്ടെ. നാം ഈ കാലത്ത് അനുഭവിക്കുന്ന ഏത് വിധമായ കഷ്ടങ്ങളായിരുന്നാലും അത് ആത്മീക, ശാരീരിക, സാമ്പത്തിക ഏത് നിലവാരത്തിലും സ്പിരിച്വലി, ഫിസിക്കലി, മെൻ്റലി എക്കണോമിക്കലി ഏത് നിലവാരത്തിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളായിരുന്നാലും അത് നൊടി നേരത്തേക്കുള്ളതാ. അത് സാരമില്ലെന്നെണ്ണിക്കൊണ്ട് ഈ നാളുകളിൽ സന്തോഷത്തോടെ ക്രിസ്തീയ ജീവിതയാത്ര മുന്നോട്ട് നയിക്കാം. കർത്താവ് നമ്മോട് കൂടിയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ പൂർണ്ണമായി താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. യേശുവേ, ഈ നാളുകളിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ കൃപയും ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. കാണുന്നതിനെ നോക്കാതെ, കാണുന്നതിനെക്കുറിച്ച് പ്രത്യാശിക്കാതെ, കാണാത്തതിനെക്കുറിച്ച് നോക്കി പ്രത്യാശിച്ച് കാത്തിരുന്ന് കർത്താവെ ഹല്ലേലൂയ. അപ്പോൾ അങ്ങയുടെ വരവിനെക്കുറിച്ചും കർത്താവെ അതിൽ കഴിഞ്ഞ് വെളിപ്പെടുവാനുള്ള തേജസ്സിനെ ഓർത്തും ചിന്തിച്ചു കർത്താവെ ഉള്ളിൽ ഇറങ്ങിക്കൊണ്ട് കർത്താവ് ക്രിസ്തുവിൽ ബലപ്പെടുവാൻ കർത്താവെ ഓരോ നാളും ജയത്തോടെ ജീവിതം നയിപ്പാൻ സർവ്വകൃപാലുവായ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലത് നോട്ടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമായിരിക്കുക. ഞങ്ങൾ നന്ദിയോടങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം, ധൈര്യപ്പെടുത്തണം, ശക്തീകരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.